Okay, thank you, Dr. Dhanesh. Thank you, Dr. Uh, Cyril, for a nice presentation. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 2043 ദിവസമാണ്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഇന്ന് നമ്മോടൊപ്പം നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ഹരികുമാറാണ്. ഹരികുമാർ ഡോക്ടർ നമുക്ക് നേരത്തെയും പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ അലോപ്പതിയിൽ MD, ഹോമിയോപ്പതിയിൽ MD ഒക്കെ കൂടാതെ MBA, LLB വരെ പഠിത്തം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് പഠിച്ച് ഒരുപാട് ഡിഗ്രികൾ സമ്പാദിച്ച വ്യക്തിയാണ്. ഹോമിയോപ്പതിക്കാർക്ക് ഒരു അഭിമാനം കൂടിയാണ് ഡോക്ടർ ഹരികുമാർ. ഡോക്ടർ നമുക്ക് കഴിഞ്ഞ ദിവസം ക്യാൻസർ ചികിത്സയും പ്രതിരോധവും എന്നുള്ള ഒരു വിഷയത്തിൽ 1ാം ഭാഗം ക്ലാസ് എടുത്തിരുന്നു. അതിന്റെ 2ാം ഭാഗമാണ് ഹരികുമാർ ഡോക്ടർ ഇന്ന് നമുക്ക് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഹരികുമാറിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരികുമാർ ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ ധനേഷ് ഡോക്ടറെ? ഡോക്ടർ റെഡിയാണ്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഡോക്ടറിന് പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടറും ഇത് എനിക്ക് തോന്നുന്നത് 2043 ആണെന്ന് തോന്നുന്നു അല്ലേ? 43. അതെ. IFPHന്റെ വെബിനാറിൽ ഇത് മലയാളം സെക്ഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഒരു കുറച്ച് ഭാഗം എടുത്തതാണ്. അപ്പോഴെത്ര പേരുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. റെപ്പറ്റീഷൻ ആവുമെന്നും അറിയില്ല. എന്തായാലും കുറച്ച് പുതിയതായിട്ട് ചേർന്നിരിക്കുന്നവർക്ക് കുറച്ച് ഭാഗം പറഞ്ഞിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ ഒരു ഓർഡറിൽ പറയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും ഈ മെഡിക്കേർ ഒരു ഡ്രഗിന്റെ ഫോർ എക്സാമ്പിൾ അക്കോണൈറ്റിന്റെ സിംറ്റം അങ്ങോട്ട് എലാബറേറ്റ് ചെയ്ത് പറയുക അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം. ഇപ്പൊ ഞാനിവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 48 വർഷത്തെ പ്രാക്ടീസ്, അതായത് പ്രത്യേകിച്ച് ക്യാൻസറിലെ 40 വർഷത്തെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളും സത്യസന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത് തന്നെ ഞാൻ പറഞ്ഞത് ഇത് ട്രീറ്റ്മെന്റ് അല്ല, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അല്ല. അത് ഈ IFPHന്റെ വെബിനാറിൽ തന്നെ പല ഡോക്ടേഴ്സും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും തീർച്ചയായിട്ടും ഒരു ക്ലാസ് എടുക്കാൻ, ട്രീറ്റ്മെന്റ് സൈഡ് എടുക്കാനും തയ്യാറാണ്. അത് പിന്നെ ഒരു അവസരത്തിലാകട്ടെ. ഇപ്പൊ ഞാൻ പ്രിവെന്റീവ് ആസ്പെക്റ്റിലാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, പല തലത്തിൽ അതിന്റെ പ്രിവെൻഷൻ ഉണ്ട്. അതിൽ ഞാൻ കഴിഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പേഷ്യന്റ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് വരുന്ന പേഷ്യന്റ് കാണാം, അൺഡയഗ്നോസ്ഡ് ആയിട്ട് സിംറ്റംസ് അല്ലെങ്കിൽ കംപ്ലൈൻസുമായിട്ട് നമ്മൾക്ക് എഴുതുകയാണെങ്കിൽ പുള്ളി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ക്യാൻസർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം ട്രീറ്റ് ചെയ്യാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓങ്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് വിട്ടിട്ട് ഡയഗ്നോസ് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഡയഗ്നോസ്ഡ് കേസ് ആണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ വരുന്നത്, അതോ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 3 കണ്ടീഷൻസ് ആണ്. ട്രീറ്റ്മെന്റ് തുടങ്ങാത്ത കേസുകൾ, ഓൺ ട്രീറ്റ്മെന്റിലുള്ള കേസുകൾ, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വളരെ റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതാണോ, അതോ പിന്നെ വളരെ ലേറ്റർ ഡേറ്റിലാണോ നമ്മളടുത്ത് വരുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റർ ഡേറ്റിലും ഇമ്മീഡിയറ്റിലും രണ്ട് തരത്തിലാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്.
പുതിയ ഫ്രഷ് കേസ് വരുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ഡീറ്റെയിൽ, അല്ലെങ്കിൽ അസുഖത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ, അതിൻ്റെ പ്രോബബിലിറ്റീസ് ഇൻ ഹോമിയോ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്നോസിസ്, ഇത്തരം കാര്യങ്ങൾ റിലേറ്റീവ്സിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ടും പറഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു പോയിന്റ് ആണ്. അതായത് ഒരു പേഷ്യന്റിനെ നമ്മളടുത്ത് കൊണ്ടുവരുന്ന ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത് ആ ഫാമിലിയിലെ അല്ലെങ്കിൽ ആ പേഷ്യന്റെ ഒരു മോനോ അല്ലെങ്കിൽ ഒരു മോളോ ആണെങ്കിൽ, വേറെ 3-4 മക്കളുണ്ടെങ്കിൽ അവരെ എല്ലാം അറിയിക്കാനും അവരെ കൺസേൺഡോട് കൂടി മാത്രമേ ട്രീറ്റ്മെന്റ് തുടങ്ങാവുള്ളൂ എന്നാണ്. അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രബിളിലാകും. അതുകൊണ്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് വരുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് നമുക്ക് 3 ലെവലിലാണ്. ഒന്ന് പ്രീ ക്യാൻസറസ് ലെവലില്, 2 ക്യാൻസറസ് ഓൺ ട്രീറ്റ്മെന്റ് ലെവലില്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ക്യാൻസറസ് ലെവലില് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. അത് അങ്ങനെ പറയാം, പ്രീ ട്രീറ്റ്മെന്റ്, ഓൺ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ്, ക്യാൻസറസ് ഓൺ ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ക്യാൻസറസ്, അങ്ങനെയും പറയാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, നമ്മളെ തെറാപ്യൂട്ടിക് ആസ്പെക്ട് വരുമ്പോൾ ഞാൻ പറയുന്ന മെഡിസിൻസിന് പുറമെ തീർച്ചയായിട്ടും മയാസ്മാറ്റിക് ആസ്പെക്റ്റിന് ഏറ്റവും വലിയ റോളുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മയാസ്മാറ്റിക് പറയുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. അവിടെ ഞാനൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ക്യാൻസർസ് 2 വിധത്തിൽ ഉണ്ടാകാം. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെറ്റീരിയലിസം, ഡൈനാമിസം, ഇൻഫെന്റിനിസം. അപ്പോൾ മെറ്റീരിയലിസത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതായത് എക്സ്റ്റേണലി നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ഡൈനാമിസത്തിൽ പോയിട്ട് ഇൻഫിനിറ്റിസത്തിലെത്തും. അത് സ്ലോ പ്രോസസ്സാണ്. മറ്റേതാണെങ്കിൽ സഡനായിട്ട് മെന്റൽ ട്രോമ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഡനായിട്ട് ഇൻഫിനിറ്റിസത്തിൽ തുടങ്ങി ഡൈനാമിസത്തിൽ വന്ന് മെറ്റീരിയലിസത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഇതിന്റെ രണ്ടിന്റെയും അപ്രോച്ച് ഓഫ് ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുമ്പോൾ പേഷ്യന്റിന്റെ സ്റ്റാറ്റസിന് ഒരു വലിയ റോളുണ്ട്. അത് ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. ഇപ്പം വളരെ ഡീവൈറ്റലൈസ്ഡ് സ്റ്റേജിലൊക്കെ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ബെറ്റർ നോട്ട് ടു ഗിവ് വെരി ഹൈ പൊട്ടൻസീസ് ആൻഡ് ലോട്ട് ഓഫ് മെഡിസിൻസ്. അത് ഇപ്പൊ കെച്ചക്സിക് പേഷ്യന്റ് ആണ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ കഴിയുന്നതും ഒരു ലോ പൊട്ടൻസീസ് 30-100 ഇതൊക്കെ കൊടുക്കുന്നതായിരിക്കുന്നത്. അതേസമയം അതുപോലെ തന്നെയാണ് ഓൾഡ് ഏജ് പേഷ്യൻസും, വെരി ഓൾഡ് ഏജ് പേഷ്യൻസ്, അതുപോലെയാണ് വെരി യങ് പേഷ്യൻസും. അതേസമയം മീഡിയം അല്ലെങ്കിൽ എന്താ പറയുക യങ് പേഷ്യൻറ്റ്, ഏർലി അഡൽട്ട്ഹുഡ് പേഷ്യൻസ്, അവർക്കൊക്കെ നമുക്ക് ഹൈ പൊട്ടൻസീസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായിരിക്കും പ്രയോജനം ചെയ്യുന്നത്. ഇത്രയാണ് എൻ്റെ ജനറൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു പ്രീ ക്യാൻസറസ്, ക്യാൻസറസ് ആൻഡ് പോസ്റ്റ് ക്യാൻസറസ് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വളരെ ഒന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നോ സിംഗിൾ മെഡിസിൻ, നോ സിംഗിൾ ഡോസ് വിൽ ക്യൂർ ക്യാൻസർ. അത് തീർച്ചയാണ്. അങ്ങനെ ആരെങ്കിലും, ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. പിന്നെ രണ്ടാമതൊരു ഒരു ഒബ്സർവേഷൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളത് നോക്കണം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വളരെ നല്ല അതായത് ഓണസ്റ്റ് ആയിട്ടുള്ള, ലവിങ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലും ക്യാൻസർ കണ്ടുവരുന്നത്. അതെന്താന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് നിങ്ങൾ ഒരു സ്റ്റഡി ആയിട്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, എന്താണ് അങ്ങനെ വരാനുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഒന്ന് പഠിച്ചു നോക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഇവിടെ പറയുന്ന മിക്കവാറും മെഡിസിൻസ് എല്ലാം പൊട്ടൻസി സ്പെസിഫിക് ആണ്. അത് ലോ പൊട്ടൻസി ആകാം, ഹൈ പൊട്ടൻസി ആകാം. ഞാൻ ഹൈ പൊട്ടൻസി എന്നേ പറയുന്നുള്ളൂ, ഡോസ് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഫോർ യു ടു ഡിസൈഡ്. ചിലരിപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോസ് കൊടുക്കുന്നവരുണ്ടായിരിക്കാം. എന്തായാലും അത് കോൺട്രവേഴ്സിയിലേക്ക് അല്ലെങ്കിൽ ഡിബേറ്റബിൾ പാർട്ടിലോട്ട് ഞാൻ പോകുന്നില്ല.
പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ 40 വർഷമായിട്ട് എന്താ പറയാ, ഞാൻ ഒരു പേഷ്യന്റിനോടും ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഓണസ്റ്റ് ആയിട്ട് പറയാണ്, പറഞ്ഞിട്ടില്ല. പ്രൊവൈഡഡ് ആ പർട്ടിക്കുലർ ഡിസീസിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പെത്തോളജിക്ക് ഏതെങ്കിലും ഒരു ഡയറ്റിലുള്ള ഫാക്ടറോ അങ്ങനെയുള്ള ഫാക്ടറോ അഡ്വേഴ്സ് ആണെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മിനിമം ഒരു 25 to 30 മിനിറ്റ്സ് ഗ്യാപ്പിൽ എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ഫുഡ് എന്നാണ് പറയുന്നത്. എനിക്കൊരിക്കലും റിസൾട്ട് കിട്ടാതെ അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നോ ഡയറ്റ് പ്രൊവൈഡഡ്. അവിടെ ഒരു പ്രൊവൈഡഡിലൂടെ ഞാൻ പറഞ്ഞു. പ്രൊവൈഡഡ് എന്താന്ന് പറഞ്ഞാൽ മെഡിസിൻ ഷുഡ് ബി ഇൻ പൊട്ടൻഡൈസ്ഡ് ഫോം. That too, S3X may interfere. Tincture definitely will interfere. Tincture definitely will interfere with diet, but 3X to a certain extent. But potentized medicine above 30 will not interfere. You keep only 30 to 40 minutes apart, either before or after food. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, യൂഷ്വലി ഐ ഡോണ്ട് യൂസ് ബയോകെമിക്കൽ മെഡിസിൻ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നുമില്ല. അത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്താൽ മതി. ഇനി കമ്മിങ് ടു ദ ട്രീറ്റ്മെന്റ് സൈഡ്, നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, മെയിൻലി 3 മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. സർജറി ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഇറേഡിയേഷൻ ഓർ റേഡിയേഷൻ, ദെൻ കീമോതെറാപ്പി. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോണൽ തെറാപ്പി അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതില് ഞാൻ എൻ്റെ പേഷ്യൻസിന് ഫ്രഷായിട്ട് വരുവാണെങ്കിൽ, സർജറി ചെയ്യാൻ പറ്റുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ 100% ഐ വിൽ അഡ്വൈസ് സർജറി. 100%. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരാൻ പറയും. സർജറി കഴിഞ്ഞ് റിക്കവറി ആയിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് കൺവാലസൻ സ്റ്റേജിൽ വരാൻ പറയും. അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. സർജറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുന്നത്. ഇനി കീമോതെറാപ്പിയും അതുപോലെ തന്നെയാണ്, റേഡിയേഷനും അതുപോലെ തന്നെയാണ്. പിന്നെ ഇത് സർജറിയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ, ഇനിയാണ് പ്രൊഫൈലാക്സിസ് വരുന്നത്. അതാണ് പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് വേണമെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ആക്ച്വലി പ്രീ ക്യാൻസറസ് കണ്ടീഷൻ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് ഫർദറായിട്ട് വേണമെങ്കിൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫെമിലിയൽ ട്രെയ്റ്റ് ആണ്. ഇപ്പം എക്സാമ്പിൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ബ്രസ്റ്റ് ട്യൂമേഴ്സ് ഫെമിലിയലായിട്ട് വരാം. സിസ്റ്റേഴ്സിന് വരാം, അമ്മയ്ക്കുണ്ടെങ്കിൽ മക്കൾക്ക് വരാം, അല്ലെങ്കിൽ അമ്മയുടെ ഫസ്റ്റ് കസിൻസിന് വരാം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അത് ഫെമിലിയൽ ട്രീറ്റ്, അതിന് പ്രിവെൻഷൻ ഉണ്ട്. അതുപോലെ സർട്ടൺ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസിന് പ്രിവെന്റ് ചെയ്യും, മാലിഗ്നൻസിയിലോട്ട് മാറാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ചില പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ക്യാൻസർ ആയിട്ട് മാറാൻ സാധിക്കും. അത് പ്രിവെന്റ് ചെയ്തതിനും നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. പൊട്ടൻഷ്യൽ, ഇത് ഞാൻ 1-2 എക്സാമ്പിൾ നിങ്ങൾ അറിവിലേക്ക് വേണ്ടി മാത്രം പറയാം. പ്രീ ക്യാൻസറസ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ചിലതരം മോൾസ്, ഡെർമോയിഡ് സിസ്റ്റ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ല്യൂക്കോപ്ലേക്കിയ, അഡിനോമയോസിസ്, പിന്നെ ഇൻറ്റെസ്റ്റിനൽ പോളിപ്പോസിസ്, അക്ലീഷ്യ കാർഡിയ, ഗ്യാസ്ട്രിക് അൾസർ, കൺജനിറ്റൽ പോളിപ്പോസിസ് കോളി, then hepatitis B, Fisher in Nano, then Paget's disease, genital herpes, such so and so forth. നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില പൊട്ടൻഷ്യൽ കണ്ടീഷൻസ്, അത് പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. സച്ച് എ സിറ്റുവേഷൻ occurs in an individual, they are more prone to cancers. എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, നോൺ ഫീഡഡ് ബ്രസ്റ്റ്. ഇപ്പം കുട്ടികളുണ്ട്, പക്ഷെ ഒരു കുട്ടിക്കും പാല് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ട്യൂമർ ഓർ ബ്രസ്റ്റ് ക്യാൻസർ ഈസ് മോർ. അതുപോലെ തന്നെ നോൺ പ്രഗ്നന്റ് യൂട്രസ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ സിറോസിസ് ഓഫ് ലിവർ, സിറസ് ബ്രസ്റ്റ്, സ്മോക്കേഴ്സ്, then brain scars, alcoholism,
അതുപോലെ തന്നെ ഡ്രഗ് യൂസ്, ഓൾ ദീസ് ക്യാൻ precipitate cancer and that can be also prevented by homeopathic medicines. ഇനി ഒരു പ്രിവെൻഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡൂയിങ് സർജറി യു ക്യാൻ പ്രിവെന്റ് recurrence of the disease. After doing surgery you can prevent the recurrence of the disease. വേറൊരു പ്രിവെൻഷൻ പറയുന്നത് നമ്മൾ ആഫ്റ്റർ റേഡിയേഷൻ പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ സർജറി ആകാം, ആഫ്റ്റർ റേഡിയേഷൻ ആകാം, ആഫ്റ്റർ എന്താണ് കീമോയോ ആകാം. അത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് എടുക്കാം. ഇഫ് കമ്മിങ് ടു സർജറി, പ്രീ ക്യാൻസർസ് ആയിട്ട് നമുക്ക് പ്രിവെൻഷന് ഒരു റോൾ ഉണ്ട്. അതായത് പ്രീ ട്രീറ്റ്മെന്റ് ആയിട്ട് ബിഫോർ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു you can prevent the spreading of the cancer by manipulation during surgery or iatrogenic forms of spread and all by giving few doses of melandrinum. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു melandrinum 200 if you give prior to the surgery few doses, definitely it will help. And it will just like giving a pre-radiation or pre-chemo before doing a breast surgery. അതുപോലെ തന്നെ നമുക്ക് ഫർദർ ആയിട്ട് മെലാൻഡ്രം കൊടുക്കാം. മെലാൻഡ്രം മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് മെലാൻഡ്രം തന്നെയാണ്. വേറെ 2-3 ഡ്രഗ്സ് നമുക്ക് വേരിയോളിനാകാം, വാക്സിനമാകാം, തൂജയുമാകാം. ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൊടുത്തിട്ടുള്ളതും പ്രയോജനമുള്ളതും മെലാൻഡ്രിനമാണ്. ഐ യൂഷ്വലി ഗീവ് മെലാൻഡ്രിനം. പിന്നെ ജസ്റ്റ് പ്രയർ ടു ദ ഓപ്പറേഷൻ നമുക്ക് അറിയാമെങ്കിൽ, പേഷ്യന്റിനെ നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് സർജറിക്ക് ഉപയോഗിക്കുകയാണ്, ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രയർ ടു ദ സർജറി ടേക്കിംഗ് ടു ദ ഓപ്പറേഷൻ തിയേറ്റർ ദ സെയിം ഡേ you can give a high dose of silicium. So that will prevent the adherence of the cell while doing manipulations. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രയർ സർജറിക്ക് മുമ്പുള്ള 2 മെഡിസിനെ ഞാൻ പറയുന്നുള്ളൂ. മറ്റേ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ പ്രാക്ടിക്കലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ഈസ് മെലാൻഡ്രിനം ആൻഡ് ദ സിലീഷ്യ. അത് സർജറിക്ക് മുമ്പ്. സർജറി കഴിഞ്ഞിട്ടുള്ള ഞാൻ മറ്റുള്ള റേഡിയേഷൻ അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻസ് ഓഫ് സർജറിക്ക് വരുന്നതാണ്. കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ, കോമണസ്റ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒമിറ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് ഒമിറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുന്നത് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഫോസ്ഫറസ് 30 ആണ്. ഫോസ്ഫറസ് 30 ഒരു ഒത്തിരി ഡ്രഗുകളുണ്ട്, പിന്നെ പലരും പലതായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ എൻ്റെ ഒബ്സർവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 30 എന്ന് പറയുന്നതാണ്. മറ്റുള്ള പൊട്ടൻസിക്ക് അത് അത്രയും പ്രയോജനം ഇല്ല. അതുകൂടാതെ തന്നെ സിംഫോറി കാർപ്പസ് ഉണ്ട്, മോർഫിയ ഉണ്ട്, നെക്സോമിക്ക 1 ഉണ്ട്. ഇതും വർക്ക് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അതാണ് വോമിറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രയോജനപ്പെടുന്ന 2 മരുന്നുകൾ. പിന്നെ വരുന്നത് സ്ട്രിക്ചറാണ്. പ്രത്യേകിച്ച് ഈ ജെനൈറ്റൽ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റത്തിലുള്ള സർജറിയൊക്കെ ഫോളോ ചെയ്തിട്ട് സ്ട്രിക്ചേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സ്ട്രിക്ചേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ എന്ന് പറയുന്നത് സ്ട്രിക്ചറിൽ പിന്നെ Cantharis is one medicine. Second medicine is thiocinaminum. Third medicine is causticum. Cantharis, thiocinaminum and causticum. ഇൻഫെക്ഷൻസിൽ ടു പ്രിവെന്റ് ഇൻഫെക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആർണിക്ക തന്നെയാണ്. ആർണിക്ക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോളോയിങ് ദ സർജറി ഗെറ്റിംഗ് ഇൻഫെക്ഷൻ.
സ്കാറിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ടു പ്രിവെന്റ് ദ സ്കാറിങ് പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ എന്ന് പറയുന്നത് തയോസിനാമിനമാണ്. കൂടാതെ മൈഗെയിൽ കൂടെ ഉണ്ട്. മൈഗെയിൽ ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് ആണ്. നോൺ ഹീലിംഗ് അൾസേഴ്സിന് ഫോളോയിങ് ഇപ്പം ബ്രെയിൻ സർജറി ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ ഊണ്ട് ഹീൽ ചെയ്യാതിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുന്നത് സെംപാർവിയം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ആഴ്സനിക് ആൽബും ഉണ്ട്. So these are the drugs which can use as a prophylactic following the complications after surgery. ഇനി cancer, coming to the other complications. Sorry. To prevent, generally to prevent the progress of the disease, അത് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ടു പ്രിവെന്റ് ദ പ്രോഗ്രസ് ഓഫ് ദ ഡിസീസ് ഓർ ടു പ്രിവെന്റ് ഫർദർ റെക്കറൻസ് ഓഫ് ദ ഡിസീസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഈസ് ദ കാഡ്മിയം ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. പിന്നെ വിസ്കമാൽബം, ഗാലിയം അപ്പാർനെ, കാരിയം ആർട്സ്, carcinosin, then Califos, then trifolium, especially genital, especially uterus and other related organ cancers recurrence. Then coming to the chemo, if the patient is coming after chemo, here in recurrence group, the drugs used are high potencies, not the low potencies. Usually I use high potencies. അതുതന്നെ cancer running in families, ഞാൻ അത് പറയാൻ വിട്ടുപോയി, ആദ്യം പറയേണ്ടിയിരുന്നതാണ്. റണ്ണിങ് ഇൻ ഫാമിലീസ് പ്രിവെൻഷൻ ഈസ് മെയിൻ ഡ്രഗ് ഈസ് ബ്യൂഫോറാണ് ആൻഡ് ടറന്റുല. അത് റൺസ് ഇൻ ഫാമിലീസ് പ്രിവെന്റ് ചെയ്യാം. പിന്നെ റെക്കറൻസ് പ്രിവെന്റ് ചെയ്യുന്ന വേറെ രണ്ട് ഡ്രഗ്സ് കൂടെ കോമൺ ആയിട്ട്, അതിൽ എസ്പെഷ്യലി ആഴ്സനിക് ആൽബി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചൈന ടു എ സർട്ടൻ ഒരു പീരിയോഡിസിറ്റി ഓഫ് ക്യാൻസർ റെക്കറൻസ്, അത് ക്യാൻസർ എന്ന് ട്യൂമർ റെക്കറൻസ് എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് റെക്കറൻറ്റ് പോളിപ്പോസിസ് after removing by means of surgery, again if it is coming, we are giving a medicine, and after that again it occurs that if there is a periodicity nature of recurrence, then you can give China to cut short or to cut down the periodicity. That is China. To a certain extent, arsenic alba also works like that. Then following chemo, last time I think I didn't came to chemotherapy following prophylaxis. Then if the patient is taken an alkylating agent എന്ന് പറയുമ്പോൾ നമ്മളെ പ്രിസ്ക്രിപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ ഈ 3 ഡ്രഗ് ഉണ്ടെങ്കിൽ, അതായത് സൈക്ലോഫോസ്ഫാമൈഡ്, മെൽഫെലാൻ ആൻഡ് ക്ലോറാംബിസിൽ, ഇതാണ് 3 ആൽക്കലിനേറ്റിംഗ് ഏജന്റ്. അതാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ യു ഗിവ് എ ഫ്യൂ ഡോസസ് ഓഫ് തൂജ, ദെൻ സ്റ്റാർട്ട് യുവർ ഡ്രഗ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ആൻ ആന്റി മെറ്റബോളൈസ്ഡ് ഡ്രഗ് ലൈക്ക് മീതോട്രക്സൈറ്റ് കോമൺ ആയിട്ട് അലോപ്പതിക്കാർ ഉപയോഗിക്കുന്ന വേറൊരു കണ്ടീഷൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അത് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനാണ്. വേറൊരെണ്ണം സോറിയാസിസിനാണ്. ഈ കണ്ടീഷനിലെല്ലാം മീതോട്രക്സൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻഡിക്കേഷൻ, ടു സ്റ്റാർട്ട് വിത്ത് യു ഗിവ് ഫ്യൂ ഡോസസ് ഓഫ് മെർസോൾ, ദെൻ സ്റ്റാർട്ട് വിത്ത് യുവർ ഡ്രഗ്.
ദാറ്റ് ഈസ് ആന്റി മെറ്റബോളൈസ്. മീതോട്രക്സേറ്റ് അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് 5-ഫ്ലൂറോയുറാസിൽ, അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് മെർകാപ്റ്റോപ്യൂറിൻ. ഇത് മൂന്നിനും ആന്റിഡോട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മെർസോൾ. ദെൻ ട്യൂമർ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് കീമോതെറാപ്പിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അതാണ് ആക്ടിനോമൈസിൻ ഡി, മിറ്റോമൈസിൻ, ബ്ലിയോമൈസിൻ. ഇതിൽ ആക്ടിനോമൈസിൻ ഡി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന്റെ സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ആന്റിഡോട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എപ്പിസ്. മിറ്റോമൈസിൻ ആണെങ്കിൽ കാർബോവെജ്, ബ്ലിയോമൈസിൻ ആണെങ്കിൽ റെസ്റ്റോക്സ് ആണ്. ഇനി വിൻക ആൽക്കലോയിഡ്സ് എന്നൊരു ഗ്രൂപ്പ് ഓഫ് കീമോ ഡ്രഗ്സ് ഉണ്ട്. അതാണെങ്കിൽ വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്ന 2 ഡ്രഗാണ് അതിൽ വരുന്നത്. അതിനാണെങ്കിൽ ഫോസ്ഫറസ് ആണ് അതിന്റെ ആന്റിഡോട്ടായിട്ട് ഉപയോഗിക്കാവുന്നത്. ഇനി റേഡിയോ തെറാപ്പിയുടെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് ബോൺസോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ വരുന്ന വേറൊരു കീമോതെറാപ്പിയുടെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് വരുന്ന വേറൊരു പ്രോബ്ലമാണ് അലോപീഷ്യ. ഞാൻ മറ്റേ വൊമിറ്റിങ് അതുപോലെ തന്നെ സ്ട്രിക്ചർ, സ്കാറിങ് ഒക്കെ പറഞ്ഞു. വേറൊരു ഇമ്പോർട്ടൻ്റ് കണ്ടീഷനാണ് പിന്നെ ഹെയർ ലോസ്, അലോപീഷ്യ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബേൺസിനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഫ്ലൂറിക് ആസിഡ് ആണ്, ആസിഡ് ഫ്ലൂർ. പിന്നെ സ്ട്രിച്ചിൻ, അതുപോലെ തന്നെ സൾഫർ. അനീമിയ ഫോളോയിങ് കീമോതെറാപ്പി ഓർ റേഡിയേഷൻ ആണെങ്കിൽ പ്രധാനമായിട്ടും ഫോസ്ഫറസ് ആണ് ഡ്രഗ്. ഇനി നമുക്ക് സ്പ്രെഡിങ് ഓഫ് ക്യാൻസേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ഓഫ് ദ ക്യാൻസേഴ്സ്. അതിൽ എനിക്കെല്ലാം അറിയുന്നതാണ്, ഞാൻ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. സ്പ്രെഡ് തന്നെ ഡയറക്റ്റ് സ്പ്രെഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് സ്പ്രെഡ് ഉണ്ട്. ഡയറക്റ്റ് സ്പ്രെഡ് എന്ന് പറയുന്ന അടുത്തിരിക്കുന്ന ആ ഓർഗനിൽ തന്നെ ഇൻവാജിനേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്ജസന്റ് ഓർഗനിലോട്ട് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെയുള്ളതാണ്. ഇനി ഡിസ്റ്റൻസ് സ്പ്രെഡ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ലിംഫാറ്റിക് സ്പ്രെഡ് ഉണ്ട്, ബ്ലഡ് സ്പ്രെഡ് ഉണ്ട്, ബോൺ സ്പ്രെഡ് ഉണ്ട്. അതിൽ ലിംഫാറ്റിക് സ്പ്രെഡിൽ പ്രധാനമായിട്ടും മെഡിസിൻ എന്ന് പറയുന്നത് പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ കാർബോളിക് ആസിഡ് ആണ്. ബ്ലഡ് സ്പ്രെഡിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഫോസ്ഫറസ് ആണ്. ബോണിലാണെങ്കിൽ സിംഫൈറ്റം ആണ്. ഇവിടെ സാധാരണ ഗതിയിൽ സിംഫൈറ്റം ഹൈ ഡോസ് കൊടുക്കണം. കാരണം ഈ മെഡിസിൻ ഞാൻ എപ്പോഴും പല പ്രാവശ്യം ഈ IFPHന്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഓരോ പൊട്ടൻസിക്കും അതിൻ്റെതായ റോളുണ്ട്. ഇപ്പൊ തന്നെ സിംഫൈറ്റത്തിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് പറയുക. ഇപ്പൊ ഒരു ഫ്രാക്ചർ വന്നു, ഹീൽ ചെയ്യുന്നില്ല, 3 മാസമായി 4 മാസമായി, ഡോക്ടേഴ്സ് എക്സ്റേ എടുത്തിട്ട് ഇനി പറഞ്ഞു ഹീൽ ചെയ്യുന്നില്ല, ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബോണ്ട് ഇതെടുത്തിട്ട് അവിടെ ഇട്ടിട്ട് സർജറി ചെയ്ത് ശരിയാക്കണം എന്ന് പറഞ്ഞ ആ കേസുകളിൽ യു ഗീവ് 30 പിന്നെ 30 symphytum, 30 potency symphytum. It will help or it will promote osteogenesis. അതേസമയം ഹീൽ ചെയ്തു, അവിടെ ഒരു തടുപ്പുണ്ട്, എപ്പോഴും ഒരു മുഴയുണ്ട്, തട്ടുമ്പോൾ വേനയുണ്ടെന്നൊക്കെ അത് ബോൺ ഗ്രോത്ത് ആണ്, എക്സോസ്റ്റോസ് പറയുന്ന കേസിലാണ് ഈ ഗീവ് 200. It will cause absorption of the bones or osteolytic action. അപ്പോൾ സിംഫൈറ്റത്തിന്റെ പൊട്ടൻസി അനുസരിച്ചിട്ട് അതിന് ഓസ്റ്റിയോജെനറ്റിക് ആക്ഷനും ഉണ്ട്, ഓസ്റ്റിയോലൈറ്റിക് ആക്ഷനും ഉണ്ട്. അങ്ങനെ പല മരുന്നിനും ഉണ്ട്. അപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പോഞ്ചിയ, നമ്മൾ സ്പോഞ്ചിയ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഉപയോഗിക്കും, ഹൈപ്പോ തൈറോയിഡിസത്തിന് ഉപയോഗിക്കും, യൂതൈറോയിഡിസത്തിന് ഉപയോഗിക്കും. അതായത് ഹൈപ്പർ നിങ്ങൾക്കറിയാമല്ലോ, ഇൻക്രീസ്ഡ്, അതിന് ഉപയോഗിക്കും, ഹൈപ്പോയ്ക്ക് ഉപയോഗിക്കും, നോർമൽ തൈറോയിഡിന് ഉപയോഗിക്കും. നോർമൽ തൈറോയിഡ് എന്ന് പറയുന്ന യൂതൈറോയിഡ്, അതായത് കണ്ടീഷനിലാണ് വരുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ തൈറോയിഡൈറ്റിസിലൊക്കെ വരുന്ന യൂതൈറോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ അഡോളസെന്റ് ഏജിൽ വരുന്ന തൈറോയിഡിസം, ഗോയിറ്റർ പോലെ സ്വെല്ലിങ് വരുന്നതിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻസ് ഈ മെഡിസിൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് പൊട്ടൻസി നിങ്ങളെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ബോൺ സ്പ്രെഡ് ത്രൂ ദ ലിംഫാറ്റിക് ആണെങ്കിൽ കാർബോളിക് ആസിഡ്, ബ്ലഡ് ആണെങ്കിൽ ഫോസ്ഫറസ്, ബോൺ ആണെങ്കിൽ സിംഫൈറ്റ് എന്ന് പറഞ്ഞു. ഇനി
ഇതിൽ ഞാൻ നേരത്തെ ഒരു ഡ്രഗ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് പറഞ്ഞു, കാഡ്മിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്നത് അഡ്വാൻസിങ് ക്യാൻസേഴ്സ്, സ്പ്രെഡിങ് ക്യാൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓവേറിയൻ ക്യാൻസർ ഉണ്ട്. ഓവേറിയൻ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് പെരിട്ടോണിയൽ കാസിനോമറ്റോസിസ് എന്ന് പറഞ്ഞാൽ പെരിട്ടോണിയത്തിന്റെ അകത്ത് അവിടെ സ്പ്രെഡ് ഉണ്ടായിരിക്കും, നൊഡ്യൂൾസ് പോലെ. അത് എന്നിട്ട് അവസാനം അസൈറ്റിസ് ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് അത് അഡ്വാൻസ് ചെയ്യുന്നത് നിർത്താൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് കാഡ്മിയം. ഇങ്ങനെ കൊടുക്കുന്ന മരുന്നുകളുടെ ഇന്റർ കറന്റ് റെമഡി ആയിട്ട് പലപ്പോഴും കുറച്ച് അഡ്വാൻസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കുറച്ച് നല്ലതായിട്ട് വരുന്നതാണ്, ഇടയ്ക്ക് നിന്ന് പോകുന്നതായിട്ടും കാണാം. അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 ഡ്രഗുകളാണ്, രണ്ടോ മൂന്നോ ഡ്രഗ് ആണെന്ന് പറയാം. ഒന്നാണ് കലൻഡുല, 2 ആലൂസ്, 3 കാലിയാർഡ്സ്. ഇനി നേരത്തെ പറഞ്ഞ കാർസിനോസ്റ്റാറ്റിക് ആക്ഷനിൽ വേറൊരു മരുന്ന് കൂടെ ഉണ്ട്. ആ മരുന്നിന്റെ പേരാണ് കാർബോണിയം സൾഫ്. അതും ക്യാൻസറോസ്റ്റാറ്റിക് ആണ്, കാർബോണിയം സൾഫ്. പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മെയിൻ ഡ്രഗ് ഉണ്ട്, അതിന്റെ പ്രധാനമായിട്ട് ക്യാൻസറോസ്റ്റാറ്റിക് ആണ്. അത് പക്ഷെ ഇൻഡിക്കേഷൻ കൂടുതൽ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചക്സിക് ലുക്ക് ഉണ്ടെങ്കിൽ ഗാലിയം അപ്പാർണി എന്ന് പറയുന്ന ഡ്രഗാണ് വെയിറ്റ് ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു ഡ്രഗാണ് കാർസിനോസിൻ. ഈ ചില ആളുകൾക്ക് ഭയങ്കര പേടിയുള്ള ആൾക്കാരായിരിക്കും, എസ്പെഷ്യലി നമ്മൾ പ്രീ ക്യാൻസറസ് ലീഷൻസ് ഒക്കെ ഫാമിലീസിലുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ, അഫ്രൈഡ് ഓഫ് ക്യാൻസർ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ആഴ്സനിക് ആൽബമാണ്. സാബദിലേക്കും ആ ആക്ഷൻ ഉണ്ട്. ഇനി ഇനോപ്പറബിൾ കേസസിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് സെലീനിയമാണ്. അതും ഒരു പ്രിവെൻഷൻ ആണല്ലോ. നമ്മൾ പേഷ്യന്റിനെ ഒരു ഓങ്കോളജി സർജന്റെ അടുത്ത് വിട്ടു, സർജിക്കൽ ഓങ്കോളജിയിൽ വിട്ടു, അവർ പറയുന്നതാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത്തരം കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡ്രഗാണ് സെലീനിയം. ഈ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ട്യൂമർ മാർക്കേഴ്സ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോഴത്തേക്കായിരിക്കും മാലിഗ്നൻസി ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സയൻസ് വരുന്ന ക്യാൻസറുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡ്രഗാണ് കാലിയം ആർട്സും റേഡിയം ബ്രോമൈഡും. ഇനി ക്യാൻസറസ് അൾസേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മരുന്നുണ്ട്, സംപർവിയം ഉണ്ട്. അത് കൂടാതെ വരുന്ന 2 ഡ്രഗാണ് ഫെറമാഗും എക്കിനേഷ്യയും. ഈ അഡ്ഹഷൻസും ഉണ്ടാകാം ക്യാൻസർ കേസിൽ, എസ്പെഷ്യലി സർജറി കഴിഞ്ഞിട്ട്. ഇപ്പം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് മലം പോകുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും വയറ്റുവേദന പറയുമ്പോൾ ഡോക്ടേഴ്സ് പിന്നെ എന്താണ് MRI ഒക്കെ എടുത്തിട്ട് പറയാം അത് പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻ ആയിട്ട് അഡ്ഹഷൻ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വലിയുമ്പോഴാണ് ഈ വേദന വരുന്നത്, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് മാറും എന്ന് പറയുന്ന കേസിൽ അഡ്ഹഷൻസ് ഇത് ചെയ്യാനായിട്ട് ഒരു മരുന്ന് ഞാൻ ആദ്യം പറഞ്ഞു, തയോസിനാമിനം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മൈഗെയിൽ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതർ ദാൻ ദിസ് 2, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഇൻ ഹൈപ്പർടെൻസി ഈസ് കാൽക്കേരിയ ഫ്ലൂറിക്കം. ഇനി ഈ നമ്മൾ പറയുന്ന ക്യാൻസർ കേസിൽ നമ്മൾക്ക് ഒരു അപ്രോച്ച് ഉണ്ട്, ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഡീടോക്സിഫിക്കേഷൻ ഉപയോഗിക്കാവുന്ന 2 മരുന്നുകളാണ്. ഒന്ന് കോണ്ടിരങ്കോ.
കോണ്ടിനൊക്കെ പ്രധാനമായിട്ടും 3x ആണ് കുറച്ചുകൂടെ പ്രയോജനം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ ആണെങ്കിൽ 200 അതിൽ കൂടുതലോ ഉള്ളതാണ്. ഇനി ഈ ക്യാൻസറിന്റെ ഒരു അനിഹിലേഷൻ ഓഫ് ക്യാൻസർ ടെൻഡൻസിക്ക് ഉപയോഗിക്കാവുന്ന 2-3 ഡ്രഗാണ്. ഒന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കാസിനോസിൻ, 2 പിന്നെ ഹൈഡ്രാസ്റ്റിസ്, 3 ഫൈറ്റിലൊക്കെ പ്രധാനമായിട്ടും പിന്നെ ഗ്ലാൻഡുലാർ കണ്ടീഷൻ, ദെൻ ആഴ്സനിക് അയഡൈഡ്. ഈ 4 ഡ്രഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈറസ് കോസിങ് അല്ലെങ്കിൽ മൈക്രോബ്സ് കോസിങ് പിന്നെ ക്യാൻസർ, എസ്പെഷ്യലി ക്യാൻസർ ഓഫ് വൾവ, വജൈന, പീനസ്, അത്തരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുന്നത് ഫൈറ്റിലൊക്കെയാണ്. ഒരു ഇന്റർകറന്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇന്റർകറന്റ് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെഡിസിനാണ് ക്യാൻസറസ് കണ്ടീഷൻസിൽ ബാസിലിനം. ബാസിലിന് നോട്ട് ദ ലോവർ പൊട്ടൻസീസ്, ഹയസ്റ്റ് പൊട്ടൻസീസ് ആണ് അതിന് സാധാരണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി ഇത് ഞാൻ 1-2 കേസുകളിലൊക്കെ ഉപയോഗിച്ചിട്ടേ പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. അതായത് ക്യാൻസർ ഉണ്ട്, പക്ഷെ പ്രൈമറി അറിയത്തില്ല, സെക്കൻഡറി ആണ് സാധാരണഗതിയിൽ വരിക. അത് മിക്കവാറും ഓങ്കോളജിസ്റ്റ് തന്നെ എഴുതും, ഇത് ലീഷൻ ഈസ് എ സെക്കൻഡറി ലീഷൻ, പ്രൈമറി ഈസ് നോട്ട് ഏബിൾ ടു ഡയഗ്നോസ് ഓർ ഡിറ്റക്ട് എന്ന് എഴുതുന്ന കേസിൽ സോറിനം CM വളരെ ഇഫക്റ്റീവാണ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസറിൽ പ്രിവെൻഷനും ഏറ്റവും വലിയ റോളുള്ള ഒരു മെഡിസിനാണ് കുണിയം. എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റോടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇനി വേണമെങ്കിൽ ചോദിക്കാവുന്ന ഡൗട്ടിലോട്ട് പോവാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാൻ പൊതുവേ ആണ് പറഞ്ഞത്. പിന്നെ പൊട്ടൻസി ഒന്നും ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിലാകാം. ഓക്കെ ഹരികുമാർ ഡോക്ടറെ, അപ്പൊ ഇനി അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്തു അല്ലേ? ഇത് പ്രൊഫൈലാക്സിസ് കൺക്ലൂഡ് ചെയ്തു. കൺക്ലൂഡ് ചെയ്തു. ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു അവസരത്തിൽ പറയാം. ഓക്കെ. അപ്പൊ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഓരോ ഡോക്ടർമാരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കാം. സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഹരികുമാർ ഡോക്ടറോട് പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. പ്രിവെൻഷൻ ആണ് കൂടുതൽ പറഞ്ഞത്. അമ്പാടിയമ്മ, ഹരിഹരൻ ഡോക്ടറൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടിയമ്മയിലേക്ക് ആദ്യം പോകാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം അമ്പാടിയമ്മയ്ക്ക്. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. ഓപ്പറേഷന് മുമ്പ് ഫോസ്ഫറസ് കഴിക്കാൻ പറഞ്ഞില്ലേ? അസറ്റിക് ആസിഡും നല്ലതാണ് ഈ വോമിറ്റിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ട്. കാരണം എനിക്ക് ഹിസ്റ്ററക്ടമി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ മനോജ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഒരു ഡോസ് അസറ്റിക് ആസിഡ് കഴിച്ചിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് 2 ഡോസ് കഴിച്ചു. തലേ ദിവസം കഴിച്ചു, പിറ്റേ ദിവസം കഴിച്ചു. അത് കഴിഞ്ഞ് അന്ന് ഒരു 5-8 പേർക്ക് അവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ ഈ ഇതുണ്ടായിരുന്നു, ഓപ്പറേഷൻ ഡേ ആയിരുന്നു അന്ന്. ബാക്കി 7 പേരും ഭയങ്കര ഛർദിലായിരുന്നു, എക്സെപ്റ്റ് മീ. ഞാൻ മാത്രം ഛർദിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവർ ഛർദിക്കണ കണ്ടിട്ട് ഒരു മനമരട്ടിൽ ഇങ്ങനെ ഇത് ഛർദിക്കാൻ തോന്നിയെന്നല്ലാതെ ഞാൻ മാത്രം ഛർദിച്ചില്ല. അത് അസറ്റിക് ആസിഡ്. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം ഇങ്ങനെ ഇതിന് പോകുമ്പോൾ ഞാൻ എല്ലാവർക്കും അസറ്റിക് ആസിഡും കൂടി കൊടുക്കാറുണ്ട്. ഫോസ്ഫറസാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇതിൽ അസറ്റിക് ആസിഡ്. അതൊന്നും മനോജ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അസറ്റിക് ആസിഡ് പറയാൻ തുടങ്ങിയത്. അമ്പാടിയമ്മ, അത് എനിക്ക് തോന്നുന്നു ഹരികുമാർ ഡോക്ടർ പറഞ്ഞത് റേഡിയേഷന് ശേഷമുള്ള വോമിറ്റിംഗിനാണെന്ന് തോന്നുന്നു. റേഡിയേഷന് ശേഷം
കീമോയ്ക്ക് റേഡിയേഷൻ അല്ല കീമോ. ഫ്രീ ആയിട്ട് അസറ്റിക് ആസിഡ് യൂസ്ഫുൾ ഡ്രഗ് ആണ്. അമ്പാടി മാഡം, അമ്പാടി ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്, അമ്പാടി ചേച്ചി. അമ്പാടി മാഡം എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തൂട്ടാ. പിന്നെ അമ്പാടിയമ്മ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിങ്ങിന്റെ കാര്യമാണെന്ന് പറഞ്ഞത് അല്ലേ? അതെ, പോസ്റ്റ് ഓപ്പറേറ്റീവും അതുപോലെ കീമോ, മെയിൻലി കീമോയാണ്. കീമോ കൊണ്ടുണ്ടാകുന്ന വോമിറ്റിങ്ങിനാണ് ഫോസ്ഫറസ്. ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് പ്രയർ ടു സർജറി വേണമെങ്കിലും ഈ അസറ്റിക് ആസിഡ് കൊടുക്കാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണെങ്കിൽ അസറ്റിക് ആസിഡ് ആണ്. കീമോ എടുത്തിട്ടുള്ളതിനാണ് ഞാൻ പറഞ്ഞ 30. അതാണ് എനിക്ക് അനുഭവം കൊണ്ട് പറഞ്ഞാട്ടോ അരി. ഓക്കെ, താങ്ക് യു. ഇന്നലത്തെ കാട്ടി സ്മാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ക്ഷീണമൊക്കെ മാറിയോ? ആസിഡ് ഡോസ് കഴിച്ചിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. ശരി. ഇന്നലെ ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞ ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ തന്നെ വലിയ ഹാറ്റ്സ് ഓഫ് ടു മനോജ്. ഓക്കെ. അടുത്തത് ഹരിഹരൻ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഹരിഹരൻ ഡോക്ടർക്ക് സംസാരിക്കും. സൂര്യ ഡോക്ടർക്ക് അടുത്ത ചാൻസ്. ഹലോ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ സാർ, ഈ ടാർഗറ്റ് തെറപ്പിയെ കുറിച്ച് ഡോക്ടർ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സമയമുണ്ടല്ലോ. ടാർഗറ്റ് തെറപ്പി, ടാർഗറ്റ് തെറാപ്പി അത് ട്രീറ്റ്മെന്റിലല്ലേ വരുന്നത്? അതെ, ട്രീറ്റ്മെന്റിലാണ്. അത് ഞാൻ റെഫർ ചെയ്തിട്ടില്ല. എന്തായാലും ടാർഗറ്റ് തെറാപ്പി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സെല്ലിനെ ടാർഗറ്റ് ചെയ്യാം. പിന്നെ അതില് ഈ മൈറ്റോകോൺട്രിയാസിനെ ടാർഗറ്റ് ചെയ്യാം, ജീൻസ്, അങ്ങനെയുള്ള അതിനാണ് ടാർഗറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ട്രീറ്റ്മെന്റിൽ പറയാം വേണമെങ്കിൽ. അതാണ് ടാർഗറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ആ ക്യാൻസറസ് സെല്ലിന്, അബ്നോർമൽ സെല്ലിനെ ഡയറക്റ്റ് ചെയ്യുന്ന അത് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് പലതും ആകാം. ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ റേഡിയേഷൻ മുഖേനയാകാം, അല്ലെങ്കിൽ കീമോ മുഖേനയാകാം. സർജറിക്ക് പിന്നെ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെയാ, അതാണ് ടാർഗറ്റ്. ഹോർമോണൽ പ്രധാന ഇപ്പൊ ലേറ്റസ്റ്റ് അതാണ് ചെയ്യുന്നത്. അതായത് ഇമ്മ്യൂണോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന വളരെ ടാർഗറ്റഡ് ആണ്. ഇതിലെന്താ സംഭവിക്കുന്നത്? അപ്പോഴേ നമുക്ക് ചോദിക്കാവുന്ന, നമുക്ക് അതിന്റെ കൂടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഹോമിയോ മെഡിസിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, എൻ്റെ വെർഷനാണ്. അതായത് ഇപ്പം നമ്മളെ ഒരു സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലാണ്. ആ സിംഗിൾ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഒരു ഓർഗനോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂയോ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതില് ഒരു ക്യാൻസറിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്, ഈ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഒരു സെല്ല് ഫർദർ ആയിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യത്തില്ല, അവിടെ ഇരിക്കും. അതൊരു ഇരുന്നിരുന്ന് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അബ്നോർമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഒരു തിയറി ക്യാൻസറിന്റെ. മനസ്സിലായില്ലേ? അത് അബ്നോർമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്യൂമർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാസമായിട്ടോ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിനും ഈ മൾട്ടിപ്പിൾ ഓർഗൻ ഡെവലപ്പ് ചെയ്യാനും മൾട്ടിപ്പിൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ടെൻഡൻസി ഇൻഹറന്റ് ആണ്. അപ്പോൾ ആ ഇൻഹറന്റ് സെൽസിൽ ഒരു സെല്ലിൽ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഇതിനുമുള്ള അതിൻ്റെ ഉള്ള കോർ അവിടെ ഉണ്ട്. അപ്പോൾ ആ കോർ മുഖേന ആയിരിക്കാം നമ്മളെ മെഡിസിനൊക്കെ വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ക്ലോണിങ് എന്ന് പറയുന്നത്. ഇപ്പം ഹരിഹരൻ ഡോക്ടറുടെ ഒരു സെല്ല് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 10, 15, 20 ഹരിഹരൻ ഡോക്ടറിനെ ഉണ്ടാക്കാൻ പറ്റും. എക്സാക്ട്ലി സിമിലർ. അതാണ് ക്ലോണിങ്. അങ്ങനെയാണല്ലോ ആടിന്റെ ഒരു സെല്ല് എടുത്തിട്ട് ആടിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ലെവലിലാണ് നമ്മളെ മെഡിസിൻ വർക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി അതാണ് ഞാൻ പറഞ്ഞത്, ഹയസ്റ്റ് പൊട്ടൻസീസിനെ ഇങ്ങനെയുള്ള ആക്ഷൻ അവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ ടിഞ്ചറിനോ ഒന്നും അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ സമയത്ത് പറഞ്ഞതുപോലെ ഹയർ ലെവലിൽ നിന്ന് ഇൻഫിനിറ്റസ് നിന്ന് പിന്നെ മെറ്റീരിയലിലോട്ട് വരുന്ന ക്യാൻസേഴ്സിൽ ഹയസ്റ്റ് പൊട്ടൻസി തന്നെ കൊടുക്കണം. അത് ഈ ലെവലിലായിരിക്കും, ഈ മെക്കാനിസത്തിൽ കൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
ദീസ് ആർ ഓൺലി ഹൈപ്പോത്ത്. ഓക്കെ, ഹരിഹരൻ ഡോക്ടർ സാറ്റിസ്ഫൈഡ് ആയി എന്ന് വിചാരിക്കുന്നു. ഞാനിത് എന്റെ അറിവില് ഒരു പേഷ്യന്റിന് ഇത് ചെയ്തിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതാണ് ലങ് ക്യാൻസർ ആയിരുന്നു. അത് ഈ തെറപ്പി ചെയ്തിട്ട് അത് അവരുടെ ഈ സെൽസിന്റെ, എനിക്ക് അതിന്റെ ശരിക്ക് അതിന്റെ കാര്യം മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ റേഡിയേഷനും അല്ല കീമോയും അല്ല, അല്ല, വേറെ അത് ഒരു ഇതാണ്. രീതിയിലുള്ള. അത് പല ടാർഗറ്റ് ഉണ്ട്. ഒന്ന്, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ DNA RNA മൈറ്റോകോൺട്രിയൽ മെക്കാനിസത്തിനെ എഫക്ട് ചെയ്യുന്നു. അത് ഹോർമോൺ മുഖേനയാകാം, ഈ പറയുന്ന പോലെ ഇമ്മ്യൂൺ സിസ്റ്റം മുഖേനയാകാം, ഒക്കെ അതിൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഒരു ക്ലാസ്സിൽ പറയാം. ഡീറ്റെയിൽ എന്ന് പറയണം. കാര്യം ഈ പേഷ്യന്റിന് ഒരു ഹോമിയോ ഡോക്ടർ തന്നെയാണ്, ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. വണ്ടർഫുൾ ആക്ഷൻ ആയിട്ടിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കോസ്റ്റ് ഈസ് വെരി 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 ഹൈ. എനിക്ക് തോന്നുന്നു ഇപ്പൊ മമ്മൂട്ടിയൊക്കെ മറ്റേ അമേരിക്കയിലെ അവിടെയൊക്കെ പോയി ട്രീറ്റ് ചെയ്തില്ലേ, ടാർഗറ്റ് തെറാപ്പി ആണെന്നും. ശരി. ഇത് ട്രീറ്റ്മെന്റ് ഹൈ കോസ്റ്റ്. ക്യാൻസർ സെല്ലിനെ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കുന്ന ട്രീറ്റ്മെന്റ്. അതെ, അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കണം. അത് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഓക്കെ, അപ്പൊ ഇനി 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സൂര്യ ഡോക്ടറാണ് ആദ്യം എന്തോ സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ആണ്. സൂര്യ ഡോക്ടർക്ക് സംസാരിക്കും. ഡോക്ടർ, ഞാൻ തൈറോയ്ഡ് സിയുടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അത് മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ഉണ്ടെങ്കിൽ അത് CA ആവാൻ ചാൻസസ് ഇല്ല എന്നല്ല എപ്പോഴും പറയുന്നത്. പക്ഷെ എന്റെ ഒരു പേഷ്യന്റ് മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ആയിരുന്ന, ഇപ്പൊ നോഡ്യൂൾസ് എല്ലാം ഓൾമോസ്റ്റ് കുറെയൊക്കെ കുറഞ്ഞു, എന്നാലും 3-4 ഉണ്ട്. ബട്ട് അതിൽ ഇപ്പൊ മെനഞ്ഞാന്ന് നോക്കിയപ്പോ ഒരു നോഡ്യൂള് ടിറാഡ്സ് 4 നിൽക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ ടിറാഡ്സ് വെച്ച് അവര് ഡയഗ്നോസ് ചെയ്ത് വിട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ടിറാഡ്സ് വെച്ച് അവര് പറഞ്ഞിരിക്കുന്നത്. ഒരു നോഡ്യൂൾ ടിറാഡ്സ് 4, ഒരു നോഡ്യൂൾ ടിറാഡ്സ് 3. ഇനി നമ്മൾ മെഡിസിൻ കൊടുക്കണോ അതോ ബെറ്റർ സർജറിക്ക് കൊടുക്കണോ? അതിന്റെ ആൻസർ പറയുന്നത് സിംഗിൾ നോഡ്യൂൾ അല്ല, സിംഗിൾ അല്ല, മൾട്ടിപ്പിൾ നോഡ്യൂൾ ആയിരുന്നു. മോസ്റ്റ് പ്രോബബിൾ ആയിട്ട്. അല്ല, ഞാൻ പറഞ്ഞോണ്ടേ, മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് ക്യാൻസർ ആകാൻ സാധ്യത ഏറുള്ളത് എന്ന് വെച്ചിട്ട് മൾട്ടിപ്പിൾ നോഡ്യൂളായിട്ടുള്ള ഒരു നോഡ്യൂൾ മാറാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റൂല. അതാണ് ഇപ്പൊ ഡോക്ടർ, അത് ചാൻസ് ഇസ് ലെസ് എന്നുള്ളതേ ഉള്ളൂ, മാറാൻ പാടില്ലായികയില്ല. അത് മാറാം, അങ്ങനെയാണ് ഇപ്പൊ ഡോക്ടർ. ഇനി അങ്ങനെ മാറാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഡു എ സർജറി. പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള നൊഡ്യൂൾസ് എടുക്കും, എന്നാലും ഇവർക്ക് രണ്ടാമത് പ്രോൺ ടു ക്യാൻസർ എഗെയിൻ ഡെവലപ്പ് ചെയ്യാതെ ഇരിക്കാനായിട്ട് മെഡിസിൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 തരത്തിലും ആകാം. ചിലപ്പോൾ ഈ തൈറോയിഡിന്റെ സബ് ടോട്ടലോ അല്ലെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമി അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാക്കി ഇരിക്കുന്ന റെസിഡുവൽ തൈറോയിഡ് ടിഷ്യൂവിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാം. ഒന്ന്, അത് പ്രിവെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവർക്ക് ക്യാൻസറസ് ടെൻഡൻസി ഉള്ളത് കൊണ്ട് വേറെ ഓർഗൻസിനും വരാം, അതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ രോഗിക്ക് എന്തായാലും സർജറി ചെയ്യുന്നതാണ് നല്ലത്. ഒരു നോഡ്യൂൾ ടിറാഡ്സ് 4 എത്തിയതുകൊണ്ട് അല്ലേ? അതെ. ഓക്കെ, ഇനി ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യണമെന്നുണ്ടോ, നിർബന്ധമുണ്ടോ? അല്ല, അത് സർജറി നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, അവര് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ ചോദിച്ചോളൂ ഡോക്ടർ. അപ്പൊ ഒരു 20 years ബിഫോർ ഒരു ഫോളിക്കുലർ നിയോപ്ലാസം വന്ന് തൈറോയ്ഡ് റിമൂവ് ചെയ്ത ഒരാൾക്ക് വീണ്ടും അത് വരാനുള്ള ചാൻസസ് അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഫോളിക്കുലർ നിയോപ്ലാസം വന്നവർക്ക് സാധാരണഗതിയിൽ ഫോളിക്കുലർ ക്യാൻസർ ആണ് ഈ തൈറോയിഡിലുള്ളതിൽ ലീസ്റ്റ് ഇതാണ്. പക്ഷെ വരാം, റെക്കറൻസ് വരാം. അതിന് മെഡിസിൻ കൊടുക്കണം. ഒന്ന്, നമ്മൾ ആന്റി മയാസ്മാറ്റിക് ഡ്രഗ് തന്നെ കൊടുക്കണം. 2, ഫൈറ്റുലക്ക അല്ലെങ്കിൽ കോണിയം, ഇതിൽ രണ്ടിലേതെങ്കിലും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഞാനൊരു ബ്രസ്റ്റ് ക്യാൻസേഴ്സിന്റെ കേസിൽ ഒരു മരുന്ന് പറയാൻ വിട്ടുപോയി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഒരു മരുന്ന്, സിംഗിൾ മരുന്ന് നിങ്ങളോട് ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു സിംഗിൾ മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കാലിഫോസ്. അതും 200.
കാലിഫോസ് 200 ആണ് എന്താണ് പറയുന്നത്, മിറക്കുലസ് മെഡിസിൻ ആണ്. അത് സ്പെസിഫിക് തന്നെയാണ്. പിന്നെ അതുപോലെ ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സിൽ ആസ്ട്രിയാസ് റൂബൻസ് ആണ്. നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ് ചെയ്തിട്ടുള്ള സർജറി കഴിഞ്ഞ പേഷ്യന്റിന് കാലിഫോസ് കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കൂ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, റിക്കർ ചെയ്യത്തില്ല. വളരെ 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 ഷുവറാണത്. അതൊന്ന്. ആസ്ട്രിയ റൂബൻസ് ബ്രസ്റ്റ് ക്യാൻസറിനാണ്. ഹലോ, പൊട്ടൻസി ടിഞ്ചർ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനറലി ഐ ഡോണ്ട് യൂസ് എനി ടിഞ്ചർ. ഐ ഡോണ്ട് ഹാവ് എനി ടിഞ്ചർ മെഡിസിൻ ഓൾസോ ഇൻ മൈ ക്ലിനിക്. Califos 200 for anybody, no? Any tumor. Okay, thank you. പിന്നെ ഈ പ്രിവെൻഷന് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ ക്ലാസ് ഇപ്പൊ വിട്ടുപോയി. അതായത് ഫാമിലി ട്രേറ്റ് ഉള്ളവർക്ക് ഞാൻ ചെയ്യുന്നവരാണ് മന്ത്ലി ഡോസ് സ്റ്റാർട്ടിങ് ഫ്രം സിഫിലിനം, സെക്കൻഡ് ഡോസ് തൂജ, തേർഡ് ഡോസ് സൾഫർ. പിന്നെ അത് അങ്ങനെ മന്ത്ലി കൊടുക്കാറുണ്ട്. അടുത്ത സെറ്റായിട്ട് പിന്നെ വേറെന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ഈ മെഡിസിൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രേഡിൽ സോറിനം, മെഡോറിനം, മെർസോൾ, സോറിനം, മെഡോറിനം, മെസോൾ, അത് ആ 3 ആ 2 സെറ്റ് ഓഫ് ട്രയോസ് ഞാൻ ഉപയോഗിക്കാറുണ്ട് മന്ത്ലി ഡോസിൽ ക്യാൻസറസ് ടെൻഡൻസി ഉള്ളവർക്ക്. അത് പക്ഷെ ഇപ്പൊ പറഞ്ഞോളൂ. അത് 10 ml 50 ml കൊടുക്കാം. പക്ഷെ എല്ലാം ഒരേ ഗ്രേഡിലുള്ള മെഡിസിൻസ് തന്നെ ആയിരിക്കും. ഇപ്പൊ തൂജ 10 ml കൊടുക്കുവാണെങ്കിൽ അടുത്ത സോറിനവും 10 ml തന്നെ ആയിരിക്കണം. അതിന് മുമ്പേ കൊടുത്ത സിഫിലിനവും 10 ml തന്നെ ആയിരിക്കും. പക്ഷെ അത് ഈ ലെവലിൽ ഇതിലേ കൊടുക്കാവുള്ളൂ. അതായത് ഈ ഓർഡറിൽ സിഫിലിന് ആദ്യം കൊടുക്കണം, അത് കഴിഞ്ഞിട്ടാണ് തൂജ കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് സൾഫർ കൊടുക്കേണ്ടത്. മന്ത്ലി സിഫിലിനം, തൂജ, സൾഫർ. ഓക്കെ. ഹരികുമാർ ഡോക്ടർ ഇനി 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർ കൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ. ഹരികുമാറിന്റെ ക്ലാസ് വളരെ റിലേറ്റിംഗ് ആയിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് പറഞ്ഞോ. എനിക്ക് ഞാൻ സാറിന് കൊടുക്കാറുള്ള എന്തുമാത്രം ലോജിക്കണമെന്ന് അറിയില്ല. ആഫ്റ്റർ റേഡിയേഷൻ അല്ല കീമോ കഴിഞ്ഞിട്ട് വരുന്ന കേസിൽ ഞാൻ റേഡിയം ബ്രോമൈഡോ ആഴ്സനിക് 30 ലോവർ പൊട്ടൻസീസോ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ കൊണ്ട് മറ്റേ കോംപ്ലിക്കേഷൻസ് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ചില മെഡോറിനോ അല്ല തൂജ. റേഡിയം ബ്രോമൈഡ് ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഴ്സനിക് ആൽബം ജനറൽ മെഡിസിൻ ആണ്. അതിന് പിന്നെ ഒരു ഇന്റർ കറന്റ് ആയിട്ടും കൊടുക്കാം, ഈ പറയുന്ന പോലെ പ്രിവെന്റീവ് ആയിട്ടും കൊടുക്കാം. ഒരു നല്ല മെഡിസിൻ ആണ്. പക്ഷെ ഈ ബ്രസ്റ്റ് മ്യൂട്ടായി പോയി. അല്ലല്ല, റേഞ്ച് പോയതാണ്. ഞാൻ പറയാൻ വിട്ടു. ട്രീറ്റ്മെന്റിന്റെ സൈഡിലാണ്, ഞാൻ ആ പാർട്ടിലോട്ട് വന്നില്ല. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് കുറെ അധികം പറയാം. ഇത് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. എൻ്റെ കേസിലെല്ലാം സ്പെസിഫിക് ആണ് കേട്ടോ. ഞാൻ മറ്റുള്ള രീതിയിൽ പോകാറില്ല. കാരണം ഞാൻ അതിന്റെ റീസണും പറഞ്ഞല്ലോ. അഹംഭാവം കൊണ്ടൊന്നും പറയുന്നതല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്. എനിക്ക് ആവറേജ് ക്യാൻസർ തന്നെ ഏതാണ്ട് 3000 കൂടുതൽ പേഷ്യൻ്റ് അറ്റ് പ്രസന്റ് ഉണ്ട്. OP തന്നെ 50ഓളം വരും. അപ്പോഴീ പേഷ്യന്റിനോട് നിങ്ങൾ ചൂടുവെള്ളം കുടിക്കുന്നോ, പച്ചവെള്ളം കുടിക്കുന്നോ, അത് കുറേശ്ശെ കുടിക്കുന്നോ, ഒന്നിച്ച് കുടിക്കുന്നോ, അങ്ങനെയൊന്നും ചോദിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴും ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു വേ ഔട്ട് എന്നുള്ള നിലയ്ക്ക്, ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതെ. ഓക്കെ. അടുത്തത് ഇനി ഭദ്രൻ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞോ? പിന്നെ ചോദിച്ചോളാം ബാക്കി. ഓക്കെ. ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി മാഡം സംസാരിച്ചോ? കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഗുഡ് ഈവനിങ് ഡോക്ടർ. എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, പിന്നെ ഒരു റീനൽ സെൽ കാർസിനോമ അത് 2 കിഡ്നിയിലും ഉണ്ട്. അത് മെഡിക്കൽ കോളേജും RCC എല്ലാം വിട്ട കേസാണ്.
പക്ഷെ ഡോക്ടർ പറഞ്ഞു സെലീനിയം കൊടുക്കാന്ന്. പക്ഷെ അവർക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ബ്ലീഡിങ് ഉണ്ട്. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാൻ എന്താ കൊടുക്കണ്ട? ഡോക്ടർ ഹെമച്ചൂറിയ. ഈ റീനൽ സെൽ കാർസിനോമ ഡോക്ടറിന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് സ്പ്രെഡ് ത്രൂ ദ റീനൽ വെയിൻ മെയിനലി അഡ്വാൻസ് ചെയ്യുന്നതാണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ബ്ലീഡിങ് നിർത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 2 ഡ്രഗുകളാണ്. ഒന്ന് അക്കലിഫ ഇൻഡിക്ക, പിന്നൊന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് മിലിഫോളിയം. പക്ഷെ ഇവിടെ ഇതിനോടൊപ്പം തന്നെ അനിലിനം അത് ഫ്രീക്വന്റ് ഡോസ് കൊടുക്കണം. അതായത് അനിലിനത്തിന്റെ ഇൻഡിക്കേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അവിടെ ഉള്ള ലൈനിങ്. അതിൽ വരുന്ന ക്യാൻസേഴ്സിന് അനിലിനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുള്ളത് യൂറിനറി ട്രാക്റ്റിലാണ്. പൊട്ടൻസി 200 അനിലിനം 200 റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അക്കലിഫ ഇൻഡിക്ക കൊടുക്കുക. ഏതാണ് അക്കലിക്ക് ഇൻഡിക്ക? 30 കൊടുക്കാം. 30 കൊടുക്കാം. അതെ. താങ്ക് യു സാർ ഒന്നും പറയണ്ട. എന്ത് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി മാഡം, നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഹരികുമാർ ഡോക്ടർ ഒത്തിരി കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ പറഞ്ഞു. ഒത്തിരി പേര് ചർച്ചയിൽ പങ്കെടുത്തു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ സൂര്യ ഡോക്ടറെ ക്ഷണിക്കും. നന്ദി പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഹരികുമാർ ഡോക്ടർക്ക് സൂര്യയുടെ നന്ദി സ്വീകരിക്കുന്നതല്ല. എന്റെ നന്ദി ഡോക്ടർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി കാണും പറയട്ടെ ഡോക്ടർ. എന്റെ നന്ദി സ്വീകരിക്കത്തില്ല, അതെനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ ഇച്ചിരി പോട്ടിയാണ്. ഓക്കെ, ഞാന് ഡോക്ടർക്ക് നന്ദി പറയുന്നു. ഈ IFPH ക്ലാസ്സിൽ ഡോക്ടർ വരാൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി 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 നന്ദി. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഡോക്ടറെ പ്രതീക്ഷിച്ചാണ്, എപ്പോഴെങ്കിലും എത്തിയല്ലോ, അതിലൊത്തിരി നന്ദി. കുറച്ചാൾ മുമ്പ് ഉണ്ട്. അതെ. ഹരികുമാർ ഡോക്ടർ എല്ലാ ദിവസത്തെയും ഒരു ഓഡിയന്റ് ആണ്. എല്ലാ ദിവസവും ഹരികുമാർ സാർ ഉണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. വളരെ സജീവമായ ഒരു ക്ലാസ് ആയിരുന്നു, ചർച്ചയായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര നേർന്നുകൊണ്ട് ഇന്നത്തെ നമസ്കാരം. ഓക്കെ, ഹരികുമാർ ഡോക്ടറെ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.